വിസ്മയം നടക്കുമെന്ന് പറഞ്ഞ വി.ഡി. സതീശന്റെ വാക്കുകൾ ഇപ്പോൾ മറ്റൊരർത്ഥത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ആ വിസ്മയം കോൺഗ്രസിനകത്തല്ല, മറിച്ച് കോൺഗ്രസ് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുന്ന രാഷ്ട്രീയ ഭൂചലനങ്ങളായാണ് പുറത്തുവരുന്നത്. കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളായി ആധിപത്യം പുലർത്തിയ കോൺഗ്രസ് സ്വന്തം നേതാക്കളെ പോലും പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ് പതറുന്നത് എന്ന സൂചനകളാണ് ഇപ്പോൾ ശക്തമാകുന്നത്. കണ്ണൂരിലെ അതിശക്തനായ ഒരു കോൺഗ്രസ് നേതാവ് ബി.ജെ.പി. പാളയത്തിലേക്ക് നീങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾ കോൺഗ്രസ് ക്യാമ്പിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഹൈക്കമാൻഡിന്റെയും രാഹുൽ ഗാന്ധിയുടെയും നിരന്തര അവഗണനയാണ് ഈ നേതാവിനെ അത്തരമൊരു നിർണായക തീരുമാനത്തിലേക്ക് തള്ളിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. കേരളത്തിൽ ബി.ജെ.പി. നടത്തുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കങ്ങളിലൊന്നായി ഈ നീക്കം മാറുമെന്നാണ് വിലയിരുത്തൽ. ബി.ജെ.പി. ദേശീയ നേതൃത്വവുമായി നടന്ന ചർച്ചകളിൽ കേന്ദ്രമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള വാഗ്ദാനങ്ങൾ ഈ നേതാവിന് ലഭിച്ചതായാണ് സൂചന. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ മുഖ്യ ആയുധങ്ങളിലൊന്നായി ഈ നേതാവ് മാറുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ജനുവരി 23-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുന്ന സാഹചര്യത്തിൽ നഗരവികസന രേഖ പ്രഖ്യാപന ചടങ്ങിനിടെ ബി.ജെ.പിയിൽ ഔദ്യോഗിക അംഗത്വം സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. എന്നാൽ ചില നിർണായക വിഷയങ്ങളിൽ ചർച്ചകൾ തുടരേണ്ടതുണ്ടെന്ന് നേതാവ് വ്യക്തമാക്കിയതിനാൽ അംഗത്വ തീയതി സംബന്ധിച്ച് ചെറിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ നിരവധി ഉന്നത ഭരണ രാഷ്ട്രീയ പദവികൾ വഹിച്ചിട്ടുള്ള ഈ നേതാവിന്റെ ബി.ജെ.പി. പ്രവേശനം കണ്ണൂർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിക്ക് സംസ്ഥാന തലത്തിൽ തന്നെ കനത്ത പ്രഹരമാകും. ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ കുറച്ചു ദിവസം മുൻപ് കണ്ണൂരിലെ 2 പ്രമുഖർ ഉടൻ ബി.ജെ.പിയിൽ ചേരുമെന്ന് പറഞ്ഞിരുന്നു. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഈ നേതാവിനെ തന്നെയാണെന്ന അഭ്യൂഹങ്ങളും ശക്തമായിട്ടുണ്ട്. പത്മജ വേണുഗോപാലിനും അനിൽ ആന്റണിക്കും ശേഷം കോൺഗ്രസിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് പോകുന്ന ഏറ്റവും വലിയ വിക്കറ്റ് ഇതായിരിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അടുത്ത അനുയായികളോടും നേതാവ് ബി.ജെ.പി. നീക്കത്തെക്കുറിച്ച് ഇതിനകം അറിയിച്ചുവെന്നാണ് സൂചന. രാജ്യസഭ വഴി കേന്ദ്ര മന്ത്രിസഭയിലേക്കുള്ള പ്രവേശന സാധ്യതയും ബി.ജെ.പി. മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആദ്യഘട്ട ചർച്ചകൾ അത്യന്തം രഹസ്യമായാണ് നടന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അവഗണന തന്നെയാണ് ഈ തീരുമാനമെടുക്കാൻ കാരണമെന്ന കാര്യം നേതാവ് അടുത്ത വൃത്തങ്ങളോട് തുറന്നു പറഞ്ഞതായാണ് റിപ്പോർട്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിലൂടെ കേരളത്തിൽ സ്വന്തം ശക്തി തെളിയിച്ച ബി.ജെ.പി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ട് കോൺഗ്രസിന്റെ അടിത്തറയിളക്കുന്ന രാഷ്ട്രീയ അട്ടിമറികളാണ് നടപ്പാക്കുന്നത്. കോൺഗ്രസ് പറയുന്ന വിസ്മയം പാർട്ടിയെ ഉയർത്തുന്നതല്ല, പാർട്ടിയെ അകത്തുനിന്ന് പൊളിച്ചെടുക്കുന്ന ദുരന്തമായി മാറുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. നേതൃത്വ അവഗണനയും അകത്തള കലഹങ്ങളും തുടരുന്നിടത്തോളം കോൺഗ്രസിന്റെ വീഴ്ചകൾ ബി.ജെ.പിയുടെ വളർച്ചയായി മാറുമെന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കണ്ണൂരിൽ നിന്നുയരുന്ന ഈ നീക്കം.